ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആസ്ക് ഐഎസ്. മാപ്പ് അനാലിസിസ് സിംപ്ലിഫൈഡിന്റെ ഈ എപ്പിസോഡിൽ ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിൽ നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ടും നോർത്ത് അമേരിക്കയെ പറ്റിയാണ്. നോർത്ത് അമേരിക്കയുടെ പൊളിറ്റിക്കൽ ആൻഡ് ഫിസിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതായത് നോർത്ത് അമേരിക്കയിൽ കാണുന്ന പ്രധാനപ്പെട്ട കൺട്രീസ് ഏതാണ്, അതിന്റെ ബൗണ്ടറി ഏതാണ്, പിന്നെ അവിടെ ഏതെല്ലാം സ്ഥലങ്ങൾ കാണപ്പെടുന്നു തുടങ്ങിയ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മാപ്പും അതോടൊപ്പം തന്നെ അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും, ഏതെല്ലാം മൗണ്ടൻസ് കാണുന്നു തുടങ്ങിയ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നോക്കിയത് സൗത്ത് അമേരിക്കയെ പറ്റിയായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് നോർത്ത് അമേരിക്കയെ പറ്റിയാണ്. അപ്പൊ സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്ക നോക്കുകയാണെങ്കിൽ അതിൽ ചെറിയൊരു പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. സെൻട്രൽ അമേരിക്ക അതുപോലെ തന്നെ കരീബിയൻ ഐലൻഡ്സ്, അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് നോർത്ത് അമേരിക്കയിൽ വരുന്ന 3 കൺട്രീസ് ആണ്: മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് കാനഡ എന്ന് പറയുന്ന 3 സ്റ്റേറ്റിനെ പറ്റിയാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് അതിന്റെ പൊളിറ്റിക്കൽ മാപ്പിലേക്ക് പോകാം. നോർത്ത് അമേരിക്കയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് 3 കൺട്രീസ് ആണ്. ഒന്ന്, ഏറ്റവും സൗത്തിൽ നമ്മൾ നോക്കുന്നത് മെക്സിക്കോ, ദെൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതിനുശേഷം കാനഡ. ഈ 3 കൺട്രീസ് ആണ് നമ്മൾ ഇവിടെ ഇന്ന് നോക്കുന്നത്. ഇതിൽ 3 കൺട്രീസിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും നോർത്തിൽ വരുന്നത് കാനഡയാണെന്ന് പറഞ്ഞു. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ കൺട്രികളിൽ ഒന്നാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ കൺട്രിയാണ് കാനഡ എന്ന് പറയുന്നത്. ഇനി ഈ കാനഡയും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ 49th പാരലൽ ആണ് ഇതിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ബോർഡർ എന്ന് പറയുന്നത്. അതായത് 49th പാരലൽ ലാറ്റിറ്റ്യൂഡ്, 49th ലാറ്റിറ്റ്യൂഡ് കടന്നു പോകുന്ന ലൈനാണ് ഇതിന്റെ ബൗണ്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി അതിന് താഴെ വരുന്ന കൺട്രി നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. നമുക്കറിയാം 50 സ്റ്റേറ്റുകൾ, 50 സ്റ്റേറ്റ്സ് കൂടി ജോയിൻ ചെയ്തുണ്ടായതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. അങ്ങനെ 50 യൂണിറ്റുകളിൽ ഒന്നാണ് നമ്മൾ ഈ പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗങ്ങളിൽ ഒന്നാണ് അലാസ്ക. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക് റീജിയനുമായിട്ട് അല്ലെങ്കിൽ ആർട്ടിക് ഓഷനുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അലാസ്ക എന്ന് പറയുന്ന റീജിയൻ. അപ്പൊ അലാസ്കയ്ക്ക് അവിടെ ഈ ആർട്ടിക് ഓഷനുമായിട്ട് ബൗണ്ടറി. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് ആർട്ടിക് ഓഷനുമായിട്ട് കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അതിനൊരു ബൗണ്ടറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എവിടെയാണ്? അലാസ്കയിൽ നമുക്ക് ഒരു ബൗണ്ടറി കാണാൻ കഴിയും. പണ്ട് കാലത്ത് റഷ്യയുടെ കയ്യിലിരുന്ന സ്ഥലമായിരുന്നു അത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മേടിക്കുന്നതാണ് പഴയ സമയങ്ങളിൽ. അതാണ് അവിടെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അതുപോലെ ഒരു ഐലൻഡ് നമുക്കിവിടെ കാണാം. പസഫിക് ഓഷ്യനിൽ നമുക്ക് അവരുടെ ഒരു ഐലൻഡ് കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ പറയുന്ന ഹവായി ഐലൻഡ്സ് എന്ന് പറയുന്നത് ഈ നോർത്ത് പസഫിക് ഓഷ്യനിൽ US-ന്റെ തന്നെ കീഴിൽ വരുന്ന ഒരു ഐലൻഡ് ആണ് നമ്മൾ പറയുന്ന ഹവായി ഐലൻഡ് എന്ന് പറയുന്ന റീജിയൻ. ഇനി നോക്കുകയാണെങ്കിൽ അതിന് താഴെയായിട്ട് നിൽക്കുന്നതാണ് മെക്സിക്കോ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 കൺട്രീസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ഇതുപോലെ തന്നെ ഈ നോർത്ത് അമേരിക്കയുടെ സൈഡിലായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുകളിൽ ഒരു വലിയൊരു ഐലൻഡ് നമുക്ക് കാണാൻ കഴിയും. ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ്. ഇത് ആക്ച്വലി ഈ ഗ്രീൻലാൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെൻമാർക്കിന്റെ കീഴിലാണ്. ഡെൻമാർക്കിന്റെ പൊളിറ്റിക്കൽ സോവറിനിറ്റിക്ക് കീഴിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് പ്രധാനപ്പെട്ട നോർത്ത് അമേരിക്കയിൽ വരുന്ന ഒരു എന്റിറ്റീസ്, പൊളിറ്റിക്കൽ എന്റിറ്റീസ് എന്ന് പറയുന്നത് 4 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം എന്ന് പറയുന്നതാണ്. മെക്സിക്കോയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും കാനഡയുമാണ്. ഇനി നമുക്ക് ഇതിന് ചുറ്റുമുള്ള ആ ഒരു ബൗണ്ടറി എന്താണ്, അല്ലെങ്കിൽ ആ ഓഷ്യൻ ഏതൊക്കെയാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് അതിന്റെ പൊളിറ്റിക്കലിലേക്ക് പോകും. സോ നോക്കുവാണെങ്കിൽ ഈ കാനഡയുടെ അല്ലെങ്കിൽ ഈ നോർത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ വെസ്റ്റേൺ കോസ്റ്റ് നമുക്ക് കാണാൻ എന്താണ് നോർത്ത് പസഫിക് ഓഷ്യൻ. അതിന്റെ ഈസ്റ്റേൺ സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. അപ്പോൾ ഈസ്റ്റേൺ സൈഡിൽ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനും വെസ്റ്റേൺ സൈഡിൽ നോർത്ത് പസഫിക് ഓഷ്യനുമാണ് വരുന്നത്. പിന്നെ ഏറ്റവും നോർത്തേൺ സൈഡിൽ ബൗണ്ടറി ആയിട്ട് നിൽക്കുന്നതാണ് ആർട്ടിക് ഓഷ്യൻ ആണ്. ആർട്ടിക് ഓഷ്യൻ ആണ് നോർത്തേൺ സൈഡിൽ ഇതിന്റെ ബൗണ്ടറി ആയിട്ട് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം. സൗത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഇനി അവിടെ ബാക്കിയുള്ള കൺട്രീസ് നമുക്ക് കാണാൻ കഴിയും. ഇതിനോട് ചേർന്ന് കണക്ട് ചെയ്തിരിക്കുന്ന പനാമ, ഗുവാട്ടിമാല പോലുള്ള കൺട്രീസിലും അത് നമുക്ക് സെൻട്രൽ അമേരിക്കൻ കരീബിയൻ ഐലൻഡ് എന്ന് പറയുന്ന പ്രത്യേക കാറ്റഗറിയിൽ തന്നെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ഓഷ്യൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. വെസ്റ്റില് പസഫിക് ഓഷ്യനും ഈസ്റ്റില് അറ്റ്ലാന്റിക് ഓഷ്യനുമാണ് വരുന്നത്. ഇനി അതിനകത്ത് വരുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗൾഫുകൾ അഥവാ ബേ എന്ന് പറയുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഗൾഫ് ഓഫ് അലാസ്ക എന്ന് പറയുന്നത്. ഗൾഫ് ഓഫ് അലാസ്കയാണ്. അലാസ്കയുടെ സൈഡിൽ വരുന്നത് ഗൾഫ് ഓഫ് അലാസ്ക. ഓക്കെ. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഗൾഫ് ഓഫ് കാലിഫോർണിയ എന്ന് പറയുന്നത്. കാലിഫോർണിയയുടെ പറയുന്ന കാലിഫോർണിയ ഗൾഫ് എന്ന് പറയുന്ന കാര്യം, കാലിഫോർണിയ. ദെൻ മറ്റൊന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ ഗൾഫ് ഓഫ് മെക്സിക്കോ നമുക്ക് കാണാൻ കഴിയും. മെക്സിക്കോയുടെ അവിടെ തന്നെ വരുന്ന ഗൾഫ് ഓഫ് മെക്സിക്കോ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ദെൻ മറ്റൊന്ന് നമുക്കിവിടെ കയറി പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒന്നാണ് ഗൾഫ് ഓഫ് ഫുണ്ടി എന്ന് പറയുന്നത്. ഗൾഫ് ഓഫ് ഫുണ്ടി. ഗൾഫ് ഓഫ് ഫുണ്ടി എന്ന് പറയുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ടൈഡുകൾ, ഹൈ ടൈഡുകൾ, 15 മീറ്ററോളം നമുക്ക് ഉയരം വരുന്ന ഹൈ ടൈഡുകൾ കാണപ്പെടുന്ന സ്ഥലമാണ് ബേ ഓഫ് ഫുണ്ടി എന്ന് പറയുന്നത്. ഓക്കെ.
ദെൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഗൾഫ് ഓഫ് സെന്റ് ലോറൻസ് എന്ന് പറയുന്നത്. ഗൾഫ് ഓഫ് സെന്റ് ലോറൻസ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് ഗൾഫ് ഓഫ് സെന്റ് ലോറൻസ്. ദെൻ ഇവിടെ ഹഡ്സൺ ബേ എന്ന് പറയുന്നത്, ഹഡ്സൺ ബേ നമുക്കിവിടെ കാണാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ലാബ്രഡോർ സീ, ലാബ്രഡോർ സീ എന്ന് പറയുന്നത്. ഇനി ആർട്ടിക് ഓഷ്യനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ബെഫോർട്ട് സീ എന്ന് പറയുന്നത്, ബെഫോർട്ട് സീ എന്ന് പറയുന്നത് കാര്യം. അതുപോലെ തന്നെ മറ്റൊന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ബാഫിൻ ബേ, ബാഫിൻ ബേ. കാനഡയ്ക്കും ഗ്രീൻലാൻഡിനും ഇടയിലായിട്ടാണ് ബാഫിൻ ബേ വരുന്നത്. ബാഫിൻ ബേ നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കുവാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് നമ്മുടെ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു റീജിയൻ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയും. ബെറിംഗ് സ്ട്രെയിറ്റ് പസഫിക് ഓഷ്യനെയും ആർട്ടിക് ഓഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വാട്ടർ ബോഡിയാണ് ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഈ ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് പസഫിക് ഓഷ്യനെയും, ഇവിടെ വരുന്ന പസഫിക് ഓഷ്യനെയും ആർട്ടിക് ഓഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വാട്ടർ ബോഡിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബെറിംഗ് സ്ട്രെയിറ്റ്. സോ അപ്പൊ എന്താണ് ഒരു സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ? സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് എ സ്മോൾ വാട്ടർ ബോഡി കണക്ടിങ് ടു ലാർജ് വാട്ടർ ബോഡീസ്. രണ്ട് വലിയ വാട്ടർ ബോഡികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെറിയ വാട്ടർ ബോഡിക്കാണ് നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കുവാണെങ്കിൽ രണ്ട് ലാൻഡ് മാസുകൾക്കിടയിലായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്? രണ്ട് ലാൻഡ് മാസുകൾക്കിടയിൽ കിടക്കുന്ന ഒരു ചെറിയ വാട്ടർ ബോഡി ആയിട്ട് സ്ട്രെയിറ്റിനെ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഒരു എക്സാക്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത് രണ്ട് വലിയ വാട്ടർ ബോഡികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെറിയൊരു വാട്ടർ ബോഡി എന്നാണ്, അല്ലാതെ രണ്ട് ലാൻഡ് മാസുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ചെറിയൊരു വാട്ടർ ബോഡി എന്നല്ല സ്ട്രെയിറ്റിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയും. അപ്പോ പസഫിക് ഓഷനും ആർട്ടിക് ഓഷനും തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബെറിംഗ് സീ, ഇവിടെ കാണുന്നതാണ് ബെറിംഗ് സീ എന്ന് പറയും, റഷ്യയുടെയും അലാസ്കയുടെയും ഇടയിലായിട്ട് വരുന്നത്. ഈ ബെറിംഗ് സ്ട്രീയും അതുപോലെ തന്നെ ചുക്കി സീ എന്ന് പറയുന്ന ഒരു ഭാഗമാണിത്, അല്ലെങ്കിൽ ആർട്ടിക് ഓഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇത് ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് സ്ട്രെയിറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ ലാബ്രഡോർ സീയും ബാഫിൻ ബേയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡേവിസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ഓഷ്യനെയും ആർട്ടിക് ഓഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഡേവിസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. സോ ഡേവിസ് സ്ട്രെയിറ്റ് പറഞ്ഞു ലാബ്രഡോർ സീയും ബാഫിൻ ബേയും അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനെയും ആർട്ടിക് ഓഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വാട്ടർ ബോഡീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡേവിസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്ന വാട്ടർ ബോഡി. സോ ഇതാണ് ഈ പറയുന്ന നോർത്ത് അമേരിക്കയ്ക്കും ചുറ്റും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓഷ്യന്റെ പാർട്ടുകൾ എന്ന് പറയുന്നത്, ഓഷ്യന്റെ പാർട്ടുകളായിട്ട് നമ്മൾ പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ കാനഡയുടെ ക്യാപിറ്റൽ നോക്കാം. കാനഡയുടെ ക്യാപിറ്റൽ നമുക്ക് ഇവിടെ നോക്കി കാണാൻ കഴിയും, ഒട്ടാവ എന്ന് പറയും. ഒട്ടാവ, ഒട്ടാവയുടെ തൊട്ട് മുകളിലായിട്ട് ഇവിടെയാണ് മോൺട്രിയാൽ വരുന്നത്. മോൺട്രിയാൽ അവിടുത്തെ മറ്റൊരു ഇമ്പോർട്ടന്റ് സിറ്റിയാണ്. ദെൻ താഴെ നമുക്ക് നോക്കിയാൽ നമുക്ക് ടൊറന്റോ കാണാൻ കഴിയും, ടൊറന്റോ. സോ അപ്പോ ഒട്ടാവ, ഒട്ടാവയുടെ മുകളിലായിട്ട് മോൺട്രിയാൽ, മോൺട്രിയാലിന്റെ താഴെയായിട്ട് നമുക്ക് എന്ത് കാണാൻ കഴിയും? നമുക്ക് ടൊറന്റോ കാണാൻ കഴിയും. ടൊറന്റോ എന്ന് പറയുന്ന റീജിയൻ കാണാൻ കഴിയും. ദെൻ അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് നോവാ സ്കോട്ടിയ എന്ന് പറയുന്ന റീജിയൻ, ഇവിടെയാണ് നോവാ സ്കോട്ടിയ കയറി വരുന്നത്. നോവാ സ്കോട്ടിയ എന്ന് പറയുന്ന റീജിയൻ ആണ് ബേ ഓഫ് ഫുണ്ടിക്ക് അടുത്തായിട്ട് വരുന്നതാണ് നോവാ സ്കോട്ടിയ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ വെസ്റ്റേൺ സൈഡിലായിട്ടാണ് നമുക്ക് വാൻകോവർ കാണാൻ കഴിയുന്നത്. ഈസ്റ്റേൺ സൈഡിലായിരുന്നു നമ്മൾ പറഞ്ഞ മോൺട്രിയാലും ഒട്ടാവയും ടൊറന്റോയും എല്ലാം വന്നത്. പക്ഷെ വാൻകോവർ വരുന്നത് എവിടെയാണ്? എന്റെ വെസ്റ്റേൺ സൈഡിലാണ് വാൻകോവർ കയറി വരുന്നത്. വാൻകോവർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് സിറ്റി ആയിട്ടുള്ള വിനിപെഗ്, വിനിപെഗ് എന്ന് പറയുന്ന സൗത്ത് കാനഡയുടെ ഭാഗമായിട്ട് വരുന്നതാണ് വിനിപെഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സൗത്ത് കാനഡ, ഈ സെൻട്രൽ റീജിയൻ ആയിട്ട് കാനഡയുടെ സെൻട്രൽ ഭാഗത്തായിട്ട് യു എസിന്റെ ജസ്റ്റ് നോർത്ത് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് വിനിപെഗ് എന്ന് പറയുന്ന സിറ്റി. ഇനി നമ്മൾ താഴോട്ട് വരുവാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യു എസ് എയിലേക്ക് വന്നു കഴിഞ്ഞാൽ യു എസ് എയുടെ ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വാഷിംഗ്ടൺ ഡി സി, ഇവിടെ വരുന്ന വാഷിംഗ്ടൺ ഡി സി എന്ന് പറയുന്ന റീജിയൻ, വാഷിംഗ്ടൺ ഡി സി. അതെന്ന് പറയുന്നത് വാഷിംഗ്ടൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, അത് ഇവിടെയാണ്, എന്റെ വെസ്റ്റേൺ കോസ്റ്റിലാണ് വാഷിംഗ്ടൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്, സിയാറ്റിലാണ് അതിന്റെ ക്യാപിറ്റൽ. ഇത് വാഷിംഗ്ടൺ ഡി സി, വാഷിംഗ്ടൺ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ എന്ന് പറയുന്നത്, അത് ഈസ്റ്റേൺ കോസ്റ്റിലാണ്. അതുപോലെ ഈസ്റ്റേൺ കോസ്റ്റിൽ നമുക്ക് നോക്കിയാൽ കാണാൻ മറ്റൊരു ഇമ്പോർട്ടന്റ് സിറ്റിയാണ് ഇവിടെ കാണുന്നത് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. ന്യൂയോർക്ക് ഇവിടെ വരുന്ന ഈസ്റ്റേൺ കോസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട സിറ്റിയാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. വാഷിംഗ്ടൺ ഡി സി, ന്യൂയോർക്ക്, അതെല്ലാം അവിടെ വരുന്ന പ്രധാനപ്പെട്ട സിറ്റീസ് ആണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഡിട്രോയിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ വെഹിക്കിൾ മാനുഫാക്ചറിങ്ങിനൊക്കെ വളരെ പേരുകേട്ട ഒരു റീജിയൻ ആണ് ഡിട്രോയിറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഡിട്രോയിറ്റ് വരുന്നത്. നമ്മൾ ഗ്രേറ്റ് ലേക്സ് നേടണം, അതിനടുത്തായിട്ടാണ് ഡിട്രോയിറ്റ് കയറി വരുന്നത്. അതുപോലെ തന്നെ ഷിക്കാഗോ കയറി വരുന്നത് ഈ ഭാഗത്താണ്. ഷിക്കാഗോ നമുക്ക് കാണാൻ കഴിയും, ഈ ഭാഗങ്ങളിലായിട്ട് ഷിക്കാഗോ കാണാം. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഭാഗത്താണ് ഫ്ലോറിഡ വരുന്നത്. ഈ ഓഷ്യനിലേക്ക് നീങ്ങി നിൽക്കുന്ന ഫ്ലോറിഡ പെനിൻസുല എന്നൊക്കെ പറയുന്ന ഫ്ലോറിഡ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഫ്ലോറിഡ വരുന്നത്.
ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കാലിഫോർണിയ, സ്റ്റേറ്റ് ഓഫ് കാലിഫോർണിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് കാലിഫോർണിയ സ്റ്റേറ്റ് വരുന്നത്. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ലാസ് വേഗാസ് എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ തന്നെ സാൻ ഫ്രാൻസിസ്കോ വരുന്നത് ഇവിടെയാണ്. സിലിക്കൺ വാലി, സാൻ ഫ്രാൻസിസ്കോ IT വളരെ ഫേമസ് ആയിട്ടുള്ള അതെല്ലാം വരുന്നത് വെസ്റ്റേൺ കോസ്റ്റിലാണ്. സാൻ ഫ്രാൻസിസ്കോയും സിലിക്കൺ വാലി എല്ലാം കയറി വരുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട US സ്ഥലങ്ങൾ. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം. അത്രയും വലിയൊരു കൺട്രി, വളരെ ഇൻഡസ്ട്രിയലൈസ്ഡ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് ഒരുപാട് സിറ്റികൾ നമുക്ക് എടുത്ത് പറയാൻ കഴിയും. ഇവിടെ നോക്കുവാണെങ്കിൽ സോൾട്ട് ലേക്ക് സിറ്റി എന്ന് പറയുന്ന സിറ്റി ഉണ്ട്, അത് അവരുടെ ഫേമസ് ആണ്. ഡെൻവർ ഒരു ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ്. കൻസാസ് സിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് സിറ്റികൾ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഷിക്കാഗോ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഷിക്കാഗോ എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ ഈസ്റ്റിനെയും വെസ്റ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഷിക്കാഗോ എന്ന് പറയുന്നത്. ഈസ്റ്റിനെയും വെസ്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഷിക്കാഗോ. അപ്പൊ അങ്ങനെ ഒരുപാട് സിറ്റീസ് നമുക്ക് എടുത്ത് പറയാൻ കഴിയും. അതെല്ലാം ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇനി നോക്കുകയാണെങ്കിൽ താഴെ മെക്സിക്കോയിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് മെക്സിക്കോ സിറ്റി, അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മെക്സിക്കോ സിറ്റിയാണ്. അത് മാത്രം പ്രധാനമായിട്ട് നോക്കിയത്, ബാക്കിയുള്ള സിറ്റികളിലേക്ക് പോകേണ്ട കാര്യം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു റീജിയൻ ആണ് യുക്കാറ്റൻ പെനിൻസുല എന്ന് പറയും. മെക്സിക്കോയുടെ ഈ ഒരു ഭാഗത്തിനാണ് യുക്കാറ്റൻ പെനിൻസുല എന്ന് പറയുന്നത്. പെനിൻസുല എന്ന് പറയുന്നത് ഒരു ഓഷ്യനിലേക്ക് തള്ളി നിൽക്കുന്ന ലാൻഡ് ഏരിയ, അല്ലെങ്കിൽ 3 സൈഡും 3 സൈഡ്സ് സറൗണ്ടഡ് ബൈ ഓഷ്യൻ വാട്ടർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെനിൻസുല എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നാണ് ഈ പറയുന്ന ഫ്ലോറിഡ പെനിൻസുലയും യുക്കാറ്റൻ പെനിൻസുല എന്ന് പറയുന്ന റീജിയനും. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ മാപ്പ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ലൊക്കേഷൻസ് വെച്ച് പറയാൻ. ഇനി നമുക്ക് നോർത്ത് അമേരിക്കയുടെ ഫിസിക്കൽ മാപ്പിലേക്ക് പോകാം. നോർത്ത് അമേരിക്ക ഇപ്പൊ പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ നോർത്ത് അമേരിക്കയിൽ വരുന്ന ഒരു ഗ്രേറ്റ് ലേക്സ് എന്ന് പറയുന്ന 5 ലേക്കുകളുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. 5 ലേക്കുകൾ പ്രധാനപ്പെട്ട ഈ വരുന്ന ഒന്നാമത് ഞാനിപ്പോ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തു. ഇതാണ് ലേക്ക് സുപ്പീരിയർ എന്ന് പറയുന്ന ഈ ഗ്രേറ്റ് ലേക്സ് ഏറ്റവും വലിയ ലേക്ക് ആയിട്ടുള്ള, ലാർജസ്റ്റ് ലേക്ക് ആയിട്ടുള്ള ലേക്ക് സുപ്പീരിയർ എന്ന് പറയുന്ന ഈ 1 മാർക്ക് ചെയ്താണ്. ഈ 2 നമ്പർ 2 എന്ന് മാർക്ക് ചെയ്തത് നമ്മൾ നോക്കണം, അതാണ് ലേക്ക് മിഷിഗൺ എന്ന് പറയും. ലേക്ക് മിഷിഗൺ ആണ് ലേക്ക് മിഷിഗൺ. ദെൻ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ 3 എന്ന് മാർക്ക് ചെയ്ത് ലേക്ക് ഹുറോൺ എന്ന് പറയും. ലേക്ക് ഹുറോൺ ആണ് 3 ആയിട്ട് മാർക്ക് ചെയ്ത്. 4 മാർക്ക് ചെയ്ത് ലേക്ക് എറി എന്ന് പറയും, ERIE എറി. ദെൻ 5 നമ്മൾ മാർക്ക് ചെയ്തതാണ് ഒന്റാരിയോ എന്ന് പറയും, ലേക്ക് ഒന്റാരിയോ. സോ അപ്പൊ 5 ലേക്കുകളാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞ ലേക്ക് സുപ്പീരിയർ, ദെൻ ലേക്ക് മിഷിഗൺ, ലേക്ക് ഹുറോൺ, ലേക്ക് എറി ആൻഡ് ലേക്ക് ഒന്റാരിയോ എന്ന് പറയുന്നത്. ഇതിൽ ഈ ലേക്ക് രണ്ടാമത് നമ്മൾ മാർക്ക് ചെയ്ത ലേക്ക് മിഷിഗൺ, ആ ലേക്ക് എൻറ്റയർലി ലൊക്കേറ്റഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അല്ലെങ്കിൽ USA എൻറ്റയർലി നമ്മൾ പറയുന്ന ലേക്ക് മിഷിഗൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ബാക്കി 4 ലേക്കുകളും ഈ പറയുന്ന എറി, ഒന്റാരിയോ, അതുപോലെ തന്നെ സുപ്പീരിയർ, ഹൂറോൺ, ഇതെല്ലാം US-ഉം കാനഡയുമായിട്ട് ഷെയർ ചെയ്യുന്ന ലാൻഡ് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ലേക്കുകളാണ്. പക്ഷെ മിഷിഗൺ എൻറ്റയർലി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ വരുന്നത്. ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ എറീനെയും ഒന്റാരിയോനെയും കണക്ട് ചെയ്യുന്ന, ലേക്ക് എറീനെയും ഒന്റാരിയോനെയും കണക്ട് ചെയ്യുന്ന ഒരു വാട്ടർ ബോഡിയാണ് നമ്മൾ നയാഗ്ര റിവർ എന്ന് പറയും. ഈ നയാഗ്ര റിവറിലാണ് എന്ത് വരുന്നത്, നയാഗ്ര വാട്ടർഫോൾസ്. അപ്പൊ ലേക്ക് എറിക്കും ഒന്റാരിയോയ്ക്കും ഇടയിലായിട്ടാണ് നയാഗ്ര വാട്ടർഫോൾസ് കയറി വരുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ലേക്കുകൾ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ലേക്ക്, സ്ലേവ് ലേക്ക്, ഗ്രേറ്റ് സ്ലേവ് ലേക്ക്, ഇങ്ങനെയുള്ള കുറെ ലേക്കുകൾ നമുക്ക് കാനഡയിൽ കാണാൻ കഴിയും. അത്ര ഇമ്പോർട്ടന്റ് അല്ല, നമ്മൾ അതെല്ലാം നോക്കാൻ നിൽക്കേണ്ട. ഈ ഒരു 5 ലേക്കുകൾ പ്രധാനമായിട്ടുള്ള ലേക്കുകളായിട്ട് നോക്കുക. ഇനി ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട നമ്മൾ നോക്കുകയാണെങ്കിൽ റിവറുകൾ നോക്കുകയാണെങ്കിൽ, പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്കയിലൂടെ ഒഴുകുന്ന റിവറുകളുണ്ട്, മെക്കൻസി എന്നൊക്കെ പറഞ്ഞു പോകുന്ന റിവറുകളുണ്ട്. അതത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട റിവറുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ സെന്റ് ലോറൻസ് റിവർ എന്ന് പറയുന്ന, നമ്മൾ ഈ പറയുന്ന ഗൾഫ് ഓഫ് സെന്റ് ലോറൻസിലേക്ക് വന്ന് ചേരുന്ന റിവറാണ് സെന്റ് ലോറൻസ് റിവർ എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവറാണ് സെന്റ് ലോറൻസ്. നിങ്ങൾ ഈ സിനിമ സള്ളി എന്നൊക്കെ പറയുന്ന സിനിമ കണ്ടുവാണെങ്കിൽ പൈലറ്റ് സെലൻബർഗ് അദ്ദേഹം കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തത് സെന്റ് ലോറൻസ് റിവറിലാണ്, ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് സെന്റ് ലോറൻസ് റിവർ. ആ റിവർ വന്ന് ജോയിൻ ചെയ്യുന്ന ഗൾഫിനെയാണ് നമ്മൾ പറഞ്ഞത് ഗൾഫ് ഓഫ് സെന്റ് ലോറൻസ് എന്ന് പറയുന്ന. പിന്നീട് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവർ ആണ് നമ്മൾ പറയുന്ന ഇതിലൂടെ വരുന്ന മിസൂറി എന്ന് പറയുന്ന റിവർ, മിസിസിപ്പി. ഈ 2 റിവറും ഒന്നിച്ച് ജോയിൻ ചെയ്ത് മിസൂറി, മിസിസിപ്പി എന്ന് പറഞ്ഞ് ഇവിടെ ഗൾഫ് ഓഫ് മെക്സിക്കോയിലേക്ക് വന്ന് ട്രെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. വേൾഡിലെ 1 ഓഫ് ദ ലാർജസ്റ്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് റിവറുകളിൽ ഒന്നാണ് മിസൂറി, മിസിസിപ്പി എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ്, ഈ റിവർ ക്രിയേറ്റ് ചെയ്യുന്നത് ബേർഡ് ഫുഡ് ഡെൽറ്റ എന്ന് പറയുന്ന, അതായത് ഒരു ബേർഡിന്റെ ഫൂട്ട് പോലെ ഇരിക്കുന്ന, അതിന്റെ കാല് പോലെ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ഡെൽറ്റയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ബേർഡ് ഫുഡ് ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട റിവറാണ്
നമ്മൾ പറയുന്ന മിസോറി മിസിസിപ്പി. നമ്മളിപ്പോ നമ്മുടെ ഗാഞ്ചറ്റിക് റിവറും അതുപോലെ തന്നെ വരുന്ന ബ്രഹ്മപുത്രയും കൂടി സുന്ദർബൻസിൽ ക്രിയേറ്റ് ചെയ്യുന്ന കസ്പേറ്റ് ഷേപ്ഡ് ഡെൽറ്റ എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ബേർഡ് ഫുഡ് ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് മിസൂറി മിസിസിപ്പി എന്ന് പറയുന്ന റിവർ. ഇതാണ് പ്രധാനപ്പെട്ട 2 റിവറുകൾ നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഇതുകൂടെ നമ്മൾ മെക്കൻസി എന്നൊക്കെ പറയുന്ന റിവറുകൾ അലാസ്കയിലൂടെ ഒക്കെ പോകുന്നത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതിലേക്ക് നമുക്ക് നോക്കാൻ നിൽക്കണമെന്നില്ല. ഇനി നമുക്ക് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട മൗണ്ടൻസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ വെസ്റ്റേൺ സൈഡിൽ നമുക്ക് ഇത് വലിയൊരു ഗ്രൂപ്പ് ഓഫ് കോർഡിലറാസ് നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മൾ സൗത്ത് അമേരിക്ക പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് മൗണ്ടൻസിനെയാണ് നമ്മൾ കോർഡിലറാസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുറെ മൗണ്ടന്റെ ഗ്രൂപ്പുകൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇത് പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് അലാസ്കൻ റേഞ്ച്, അത് അലാസ്ക മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ. അതിന് മുകളിലായിട്ട് ബ്രൂക്സ് റേഞ്ച് കാണാം. ബ്രൂക്സ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അലാസ്കയുടെ നോർത്തേൺ സൈഡിൽ നിൽക്കുന്നതാണ്. ഈ വെസ്റ്റേൺ കോസ്റ്റിനെ ബോർഡർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന വെസ്റ്റേൺ കോർഡിലറാസിൽ നമുക്ക് കാണാൻ അലാസ്ക റേഞ്ച്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൗണ്ടൻ ആണ് റോക്കി മൗണ്ടൻസ് എന്ന് പറയുന്ന റോക്കി റേഞ്ച്. റോക്കിക്കും കുറച്ചുകൂടെ വെസ്റ്റിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ കാസ്കേഡ് റേഞ്ചസ്, അതുപോലെ തന്നെ വെസ്റ്റേൺ പസഫിക് കോസ്റ്റ് റേഞ്ചസ് എന്നൊക്കെ പറയുന്ന റേഞ്ചസ് കാണുമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോക്കി മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്ന മൗണ്ടൻ റേഞ്ചസ് തന്നെയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ കോർഡിലറാസിന്റെ ഫോർമേഷൻ ഉണ്ടായതെന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ പ്ലേറ്റും അതുപോലെ തന്നെ പസഫിക് ഓഷ്യൻ പ്ലേറ്റും കൂടെ കൺവേർജ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്ലേറ്റ് കൺവേർജൻസ് സംഭവിക്കുന്നത്. ഈ പ്ലേറ്റ് കൺവേർജൻസിന്റെ ഫലമായിട്ട് ഡെൻസർ ആയിട്ടുള്ള പസഫിക് പ്ലേറ്റ്, അതൊരു ഓഷ്യാനിക് പ്ലേറ്റ് ആണ്, അതുകൊണ്ട് ഡെൻസർ ആണ്. ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഡെൻസർ ആയിട്ടുള്ള പ്ലേറ്റ് ഓഷ്യൻ അടിയിലേക്ക് അല്ലെങ്കിൽ ഈ കോണ്ടിനെന്റൽ പ്ലേറ്റിന് താഴോട്ട് പോവുകയും അതിന്റെ ഫലമായിട്ട് കോണ്ടിനെന്റൽ പ്ലേറ്റ് അവിടെ ഒരു കൊളീഷന്റെ ഫലമായിട്ട് ഒരു ഫോൾഡ് ഉണ്ടായി. അങ്ങനെ ഒരു ഫോൾഡ് മൗണ്ടൻ, ഗ്രൂപ്പ് ഓഫ് ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാവുന്നതാണ് ഈ വെസ്റ്റേൺ സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെയാണ് ആൻഡസ് മൗണ്ടൻസ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ റോക്കീസ് മൗണ്ടൻസിന്റെ ഒക്കെ ഫോർമേഷൻസ് വരുന്നത്. അങ്ങനെ റോക്കീസ് മൗണ്ടൻസ് നമുക്ക് ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ സൗത്തിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ മെക്സിക്കോയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ കാണുന്ന സിയറ മാട്രെ എന്ന് പറയുന്നത്. ഈസ്റ്റേൺ സിയറ മാട്രെ അഥവാ ഓറിയന്റൽ സിയറ മാട്രെ, അതുപോലെ ഓക്സിഡന്റൽ സിയറ മാട്രെ അഥവാ വെസ്റ്റേൺ സിയറ മാട്രെ എന്ന് പറയുന്ന മൗണ്ടൻ. ഈ ഓറിയന്റൽ എന്ന് പറയുന്നത് ഈസ്റ്റ് എന്നുള്ള മീനിങ്ങും ഓക്സിഡന്റൽ എന്ന് പറയുന്നത് വെസ്റ്റിനെ മീൻ ചെയ്തുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ ഓറിയന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ പറയുന്ന സ്റ്റഡി അബൌട്ട് ദി ഈസ്റ്റ് എന്നുള്ളതായിരുന്നു. സോ അങ്ങനെയുള്ള മൗണ്ടൻസ് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്? ഈ മെക്സിക്കോയിൽ കാണാൻ കഴിയും. ഇനി ഗൾഫ് ഓഫ് കാലിഫോർണിയയിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലേറ്റ് മൂവ്മെന്റുകളെ പറ്റി പഠിച്ചു. അങ്ങനെ കാണുന്ന സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് എന്ന് പറയുന്ന സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് കാണുന്നത് ഈ ഗൾഫ് ഓഫ് കാലിഫോർണിയയിലൂടെയാണ്. സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് എന്താണ്? സാൻ ആൻഡ്രിയാസ് ഫോൾട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോം പ്ലേറ്റ് ബൗണ്ടറി കാണപ്പെടുന്ന റീജിയൻ ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലേറ്റ് ബൗണ്ടറീസ് 3 തരമുണ്ട്. ഒന്ന് കൺവേർഷൻ പ്ലേറ്റ് ബൗണ്ടറി, 2 പ്ലേറ്റ് ബൗണ്ടറികൾ വന്ന് കൺവേർജ് ചെയ്യുന്ന സ്ഥലം. അങ്ങനെ കൺവേർജ് ചെയ്യുമ്പോൾ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ് ഫോമുകൾ ഉണ്ടാകും. ഏത് തരം പ്ലേറ്റുകൾ കൺവേർജ് ചെയ്യുന്നു വെച്ചാൽ ഒരു കോണ്ടിനെന്റ് പ്ലേറ്റ് കൺവേർജൻസ് ആണെങ്കിൽ അവിടെ ഫോൾഡ് മൗണ്ടൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പകരം ഒരു കോണ്ടിനെന്റൽ ഓഷ്യൻ പ്ലേറ്റ് കൺവേർജൻസ് ആണെങ്കിലും ഒരു ഫോൾഡ് മൗണ്ടൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഓഷ്യൻ പ്ലേറ്റ് കൺവേർജൻസ് ആണെങ്കിൽ അവിടെ വോൾക്കാനിക് ഐലൻഡുകൾ ഫോം ചെയ്യുന്നതും ഐലൻഡ് ആർക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് ഡൈവേർജൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ വോൾക്കാനിക് ഇറപ്ഷനും അതോടൊപ്പം തന്നെയുള്ള മൗണ്ടൻ റിഡ്ജസിന്റെ ഒക്കെ ഫോർമേഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ട്രാൻസ്ഫോം ബൗണ്ടറിയാണ്. അതായത് ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിനെ ഉരസി കടന്നു പോവുകയാണ്. അതിന്റെ ഫലമായിട്ട് അവിടെ പുതിയൊരു ലാൻഡ് ഫോം ഉണ്ടാവുകയോ ഒന്ന് ഡിസ്ട്രക്ട് ചെയ്യപ്പെടുകയോ ഇല്ല. അങ്ങനെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫോം ബൗണ്ടറി കാണുന്ന റീജിയനാണ് ഈ കാലിഫോർണിയൻ ഗൾഫിന്റെ അവിടെ വരുന്ന സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് എന്ന് പറയുന്ന ഫോൾട്ട്. മൗണ്ടൻസിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ റേഞ്ച് ആണ് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്ന അപ്ലാച്ചിയൻ മൗണ്ടൻസ് എന്ന് പറയുന്ന ഈസ്റ്റേൺ സൈഡിൽ വരുന്ന യുഎസിന്റെ ഈസ്റ്റേൺ സൈഡിൽ വരുന്ന അപ്ലാച്ചിയൻ മൗണ്ടൻസ് എന്ന് പറയുന്നത്. പണ്ടുകാലത്ത് ആരവല്ലി മൗണ്ടൻ, ഇന്ത്യയിലെ ആരവല്ലി മൗണ്ടൻ എന്ന് പറയുന്നതും ഈ അപ്ലാച്ചിയൻ മൗണ്ടൻ എന്നൊക്കെ പറയുന്നത് റെലിക് മൗണ്ടൻസ് ആണ്, റെസിഡ്യുവൽ മൗണ്ടൻസ് ആണെന്ന് പറയുന്നത്. അതായത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ ഉയരം കൂടിയ ഒരു മൗണ്ടൻ ആയിരുന്നു ഈ അപ്ലാച്ചിയൻ മൗണ്ടൻ. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ഇറോഷന്റെയും ഡെനുഡേഷന്റെയും ഒക്കെ ഫലമായിട്ട് അതിന്റെ ഹൈറ്റ് കുറയുകയും ഇന്നൊരു ചെറിയൊരു ഹില്ലായിട്ട് അല്ലെങ്കിൽ പ്ലേറ്റോ ആയിട്ട് ഇത് മാറുകയും ചെയ്തു. പണ്ടുണ്ടായിരുന്ന വലിയൊരു മൗണ്ടന്റെ റിമൈനിങ് പോർഷൻ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ റെസിഡ്യുവൽ അഥവാ റെലിക് മൗണ്ടൻസ് എന്ന് പറയുന്നത്. അതിലൊരു എക്സാമ്പിൾ ആണ് ഈ അപ്ലാച്ചിയൻ മൗണ്ടൻസ്. ഇന്ത്യയിലെ ആരവല്ലി മൗണ്ടൻസ് അതിലൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ലൊറൻഷ്യൻ പ്ലേറ്റോ എന്ന് പറയുന്ന റീജിയൻ. അതുപോലെ ഈ ഒരു എൻറ്റയർ കനേഡിയൻ റീജിയൻ നമ്മൾ പറയുന്നത് കനേഡിയൻ ഷീൽഡ് എന്ന് പറയുന്നതാണ്. എന്തുകൊണ്ട് ഈ കനേഡിയൻ ഷീൽഡ് എന്ന് പറയുന്നു എന്ന് നോക്കുവാണെങ്കിൽ ഇതെന്ന് പറയുന്ന പഴയ പാൻജിയോ ഉണ്ടല്ലോ, നമ്മൾ 200 മില്യൺ ഇയേഴ്സ് മുമ്പ് എല്ലാ കോണ്ടിനെന്റുകളും ഒന്നിച്ചു ചേർന്ന ഒരു പാൻജിയും അതിനു ചുറ്റും വലിയൊരു സൂപ്പർ ഓഷ്യനായ പന്തലാസയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അന്നുണ്ടായിരുന്ന ആ പാൻജിയുടെ ഭാഗമായിട്ടുള്ള അതിൽ മാറ്റം വരാതെ നിൽക്കുന്ന ലാൻഡ് മാസത്തിനെയാണ് നമ്മൾ ഷീൽഡുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഷീൽഡിന്റെ ഭാഗം നമുക്ക് ഇവിടെ നമ്മുടെ കാനഡയിൽ കാണാൻ കഴിയും. ഇതിനെയാണ് കനേഡിയൻ ഷീൽഡ് എന്ന് പറയുന്നത്.
അങ്ങനെ ഒരു കനേഡിയൻ ഷീൽഡ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നോർത്ത് കാനഡയുടെ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാൻഡ് മാസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഒരു ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്നുള്ള രീതിയിൽ കാണാൻ കഴിയുന്നത്. ആ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത് അതിന് പറയുന്ന പേരാണ് നമ്മൾ പ്രയറീസ് എന്നാണ് പറയുന്നത്. പ്രയറീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിലെ സ്റ്റെപ്പി ക്ലൈമറ്റ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഇതില് സൗത്ത് അമേരിക്കയിൽ നമ്മൾ നോക്കിയപ്പോൾ അവിടെ പാംപാസ് എന്ന് പറയുന്ന അർജന്റീനയിൽ വരുന്നത് ഈ ഒരു ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നോർത്ത് അമേരിക്കയിൽ വരുന്ന ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ് നമ്മൾ പറയുന്ന ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ് നമ്മൾ പറയുന്ന പ്രയറീസ് എന്ന് പറയുന്നത്. പ്രയറീസ് നമ്മൾ പറഞ്ഞു കാനഡയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സിറ്റിയാണ് വിന്നിപെഗ്. ഈ വിന്നിപെഗ് ഒക്കെ പ്രയറി റീജിയനിൽ വരുന്നതാണ്. അപ്പോ നിങ്ങൾ ഈ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോൾ അതിനകത്ത് കൗബോയ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഹാറ്റൊക്കെ വെച്ച് വരുന്ന ഒരു ഭാഗത്താണ് നമ്മൾ ഇംഗ്ലീഷ് മൂവികളിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. അതെന്നൊക്കെ പറയുന്നത് ഈ ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന ഒരു ഭാഗമാണ്. കാരണം ഇതെന്ന് പറയുന്നത് ഒരു ഗ്രാസ് ലാൻഡ് ആയിരുന്നു, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. അതായത് വളരെ ഉയരം കുറഞ്ഞ ലാർജ് ഏരിയ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഗ്രാസ് ലാൻഡ് ആണ്, ഒരു ഡ്രൈ ആയിട്ടുള്ള ഗ്രാസസ്. അതിനിടയിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്നോ രണ്ടോ മരങ്ങൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ആണെങ്കിൽ ഉയരം കൂടിയ വളരെ സ്ക്രീൻ ആയിട്ടുള്ള ഗ്രാസസ് ആണ്. അതിനിടയിൽ ചെറിയ വുഡ്ലാൻഡ് കൂട്ടങ്ങൾ സാവന്ന പോലെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആയിരുന്നു. ഈ സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടും ഇങ്ങനെ ഗ്രാസ് ലാൻഡ് ആയിട്ട് കിടന്നു. അവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും വേൾഡിലെ പ്രധാനപ്പെട്ട ഗ്രാനറീസ് ആണ്. വീറ്റ് കൾട്ടിവേഷനും കോൺ കൾട്ടിവേഷനും ഒക്കെ നടക്കുന്ന സ്ഥലം. അതുപോലെ അനിമൽ റാഞ്ചിങ്ങിന് വളരെ ഫേമസ് ആണ്. അനിമൽ റാഞ്ചിങ് എന്ന് പറയുന്നത് വലിയ കൂട്ടമായിട്ട് അനിമലുകളെ, പ്രത്യേകിച്ച് കാറ്റിലുകളെ റിയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അനിമൽ റാഞ്ചിങ് എന്ന് പറയുന്നത്. അതായത് വലിയ ഒരു ഏരിയനെ വലിയ പല റാഞ്ചസ് ആയിട്ട്, ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട്, വലിയ ലാർജ് പ്ലോട്ടുകളായിട്ട് മാറ്റും. ആ പ്ലോട്ടുകളെയാണ് റാഞ്ചസ് എന്നുള്ളത്. അതിലേക്ക് ആനിമൽസിനെ അവർ തുറന്നു വിടുകയാണ്. അങ്ങനെയുള്ള അനിമൽ റാഞ്ചിങ് ഒക്കെ നടക്കുന്നതാണ്. അപ്പൊ അവരെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ കൗബോയ്സ് എന്നൊക്കെ പറയുന്നത്. സോ ആ ഒരു റീജിയൺ ആണ് ഈ പറയുന്ന ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. മഴ കുറവ് കിട്ടുന്ന ഒരു റീജിയൻ ആണ് ഈ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് റീജിയൻ എന്ന് പറയുന്ന പ്രയറീസ് എന്ന് പറയുന്ന നോർത്ത് അമേരിക്കയിൽ നിൽക്കുന്ന അവിടുത്തെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ്. ഈ പ്രയറി റീജിയനിലാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ലോക്കൽ വിൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിനൂക്ക് എന്ന് പറയുന്ന ഒരു വാം ലോക്കൽ വിൻഡ് വീശുന്നത്. അത് വിന്ററിൽ അവിടെ വീശുന്നതാണ്. ഈ റോക്കി മൗണ്ടൻസിന് അക്രോസ് ആയിട്ട് വെസ്റ്റേൺ സൈഡിൽ നിന്ന് വീശി അതിന്റെ ഈസ്റ്റേൺ സൈഡിൽ അടിക്കുന്ന വിൻഡാണ് നമ്മൾ ഈ പറയുന്ന ചിനൂക്ക് എന്ന് പറയുന്നത്. വെസ്റ്റേൺ സൈഡിലൂടെ വന്ന് മൗണ്ടനെ ക്രോസ് ചെയ്ത് ഈസ്റ്റേൺ സൈഡിൽ, ആ റോക്കി മൗണ്ടന്റെ ഈസ്റ്റേൺ സൈഡിലായിട്ട് ഈ ഭാഗത്തായിട്ട് വീശുന്ന വിൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചിനൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ ചിനൂക്ക് എന്ന് പറയുന്ന വിൻഡ് അതിന്റെ ഈസ്റ്റേൺ സൈഡിൽ വരുമ്പോൾ എന്താ വെച്ചാൽ അതൊരു വാം വിൻഡാണ്. അതിന്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇപ്പൊ വിന്ററിലായിരുന്നു അവിടെ മഞ്ഞുരുകുന്നതിന് കാരണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്നോ ഈറ്റർ എന്ന് കൂടെ അറിയപ്പെടും. അതുകൊണ്ട് മഞ്ഞുരുകിയിട്ട് അവിടുത്തെ ഗ്രാസ് ലാൻഡ് അത് ഓപ്പൺ ആകും, മെഡോസ് ഓപ്പൺ ആകുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള കാറ്റിൽസ്, ഗോട്ട്, ആനിമൽസിനൊക്കെ റെയർ ചെയ്യാനും അതിനെ ഗ്രേസ് ചെയ്യാനുള്ള ഗ്രാസ് ലാൻഡ് ഓപ്പൺ. അതുകൊണ്ട് അവിടുത്തെ ആനിമൽ വെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വലിയൊരു റോള് വിന്റർ ടൈം മെയിൻറ്റെയിൻ വലിയൊരു റോൾ ആക്കുന്നുണ്ട് ഈ ചിനൂക്ക് എന്ന് പറയുന്ന ലോക്കൽ വിൻഡിന് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇത് പ്രധാനപ്പെട്ട ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ എന്ന് പറയുന്നത് ഈ കാനഡയിൽ വരുന്ന, അലാസ്കയിൽ വരുന്ന മൗണ്ട് മെക്കൻലി എന്ന് പറയും. ഇപ്പൊ അതിനെ മൗണ്ട് ഡെനാലി എന്നാണ് പറയുന്നത്. പഴയൊരു US പ്രസിഡന്റായ മെക്കൻലിയുടെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ അതിന്റെ പേര് മാറ്റി മൗണ്ട് ഡെനാലി എന്നാക്കി. കാരണം അവിടുത്തെ അലാസ്കൻ ലോക്കൽ ഭാഷയിലുള്ള പേരായിട്ട് മാറ്റി അതിനെ മൗണ്ട് ഡെനാലി എന്നാക്കിയിട്ട് അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്, മൗണ്ട് ഡെനാലി. അതാണ് അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ സെന്റ് ഹെലേന എന്ന് പറയുന്ന ഒരു വോൾക്കാനിക് ഐലൻഡുകൾ, നമ്മൾ പറഞ്ഞ ഒരു കൺവേർജന്റ് റീജിയൻ ആണ്, ഓഷ്യൻ കോണ്ടിനെന്റ് ബെൽറ്റ് കൺവേർജൻ. അതുകൊണ്ട് തന്നെ ആ റീജിയനിൽ നമുക്ക് വോൾക്കാനോസ് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നോക്കുകയാണെങ്കിൽ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക്, അവിടെ കാണുന്ന അതെന്ന് പറയുന്ന ഒരു വോൾക്കാനോ തന്നെയാണ്. അവിടെ നമുക്ക് ആ ഒരു ജീസർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നോർത്ത് അമേരിക്കയിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നോർത്ത് അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ഇതിലൂടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറും അതുപോലെ തന്നെ ആർട്ടിക് സർക്കിളും മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആർട്ടിക് സർക്കിളും ട്രോപ്പിക് ഓഫ് ക്യാൻസറും പോകുന്നതായിട്ട്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതുപോലെ ആർട്ടിക് സർക്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെല്ലാം കൺട്രിയിലൂടെ പോകുന്നു എന്ന് നോക്കുകയാണെങ്കിൽ US-ലൂടെയും കാനഡയിലൂടെ പോകുന്നു. US-ലൂടെ എന്ന് പറഞ്ഞാൽ അലാസ്കയിലൂടെ അത് കടന്നു പോകുന്നത് കൊണ്ടാണ് US-ലൂടെ പോകുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ മെക്സിക്കോയിലൂടെ നമുക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ. സോ ഈ റീജിയൻ ആണ് നമ്മൾ പറയുന്ന കാലിഫോർണിയൻ ഡെസേർട്ട് എന്ന് പറയുന്ന റീജിയൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും മെക്സിക്കോയിലുമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന റീജിയൻ ആണ് കാലിഫോർണിയൻ ഡെസേർട്ട്. നമ്മൾ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഏതൊരു കോണ്ടിനെന്റിന്റെയും വെസ്റ്റേൺ സൈഡിൽ 15 to 35 ഡിഗ്രി ലാറ്റിറ്റ്യൂഡില് ആ വെസ്റ്റേൺ മാർജിനിലായിട്ട് നമുക്ക് ഹോട്ട് ഡെസേർട്ടുകൾ കാണാൻ കഴിയും. അതിന്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഹൈ പ്രഷർ ബെൽറ്റിന്റെ ലൊക്കേഷൻ. രണ്ടാമത്, അവിടെ ഓഫ് ഷോർ ട്രേഡ് വിൻഡുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വരുന്ന
കോൾഡ് കറണ്ടുകളുമാണ് അതിന് കാരണമാകുന്നത്. ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടെയും കാലിഫോർണിയൻ ഡെസേർട്ട് ഉണ്ടാകുന്നത്. 2 കൺട്രികളിലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. ഈ പറയുന്ന ഡെസേർട്ടിന് മുകളിലായിട്ട് ഒരു 30 to 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ നമുക്ക് ആ ഒരു കോണ്ടിനെന്റ് വെസ്റ്റേൺ സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ക്ലൈമറ്റ് ആണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. സൗത്ത് അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ചിലിയിൽ നമുക്ക് ആ ക്ലൈമറ്റ് കാണാൻ കഴിയും. നോർത്ത് അമേരിക്കയിൽ സ്റ്റേറ്റ് ഓഫ് കാലിഫോർണിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ വരുന്ന കാലിഫോർണിയ സ്റ്റേറ്റിലാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുക? ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് പറയുന്ന ക്ലൈമറ്റ് കാണാൻ കഴിയുക. യൂറോപ്പിന്റെയും ആഫ്രിക്കന്റെയും ഇടയിൽ വരുന്ന മെഡിറ്ററേനിയൻ എന്ന് പറയുന്ന സീക്ക് ചുറ്റുമായിട്ട് ഈ ക്ലൈമറ്റ് കാണാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് നമ്മൾ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യന്റെ US-ന്റെയും കാനഡയുടെയും കോസ്റ്റൽ റീജിയണിലായിട്ട് വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. വേൾഡിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഫിഷിംഗ് ഗ്രൗണ്ട് ആണ് ഈ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന്. കാരണം വരുന്ന ലാബ്രഡോർ കറണ്ടും അതുപോലെ തന്നെ ഗൾഫ് സ്ട്രീമും, അതായത് വരുന്ന ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന വാം കറണ്ടും ലാബ്രഡോർ കറണ്ട് എന്ന് പറയുന്ന കോൾഡ് കറണ്ടും ഒക്കെ മീറ്റ് ചെയ്യുന്ന ഈ ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറയുന്ന ഐലൻഡിനൊക്കെ അടുത്തായിട്ട് വരുന്ന ആ റീജിയനെയാണ് നമ്മൾ ഗ്രേറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഈ വാം കറണ്ടും കോൾഡ് കറണ്ടും ഒന്നിച്ച് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ വലിയ ഫിഷ് ഗ്രോത്ത് ഉണ്ടാവുന്ന ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് ഈ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന്. പ്രധാനമായിട്ടും കാനഡയുടെ സൈഡിലായിട്ടാണ് വരുന്ന. US-ഉം കാനഡയുമാണ് പ്രധാനമായിട്ടും അവിടെ ഫിഷിംഗ് ആക്ടിവിറ്റീസ് എല്ലാം നടത്തുന്ന കൺട്രീസ് എന്ന് പറയുന്നത്. നോർത്ത് അമേരിക്കയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീകോൾ ചെയ്യാം. ഈ റീജിയൻ ആയിരുന്നു അലാസ്ക റീജിയൻ എന്ന് പറയുന്ന റീജിയൻ. അവിടെ വരുന്നതാണ് ബ്രൂക്സ് റേഞ്ചസ്, ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആണ്. ദെൻ അലാസ്ക റേഞ്ച്, ഇവിടെ കോസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്ന റീജിയൻ, ഇവിടെ ദെൻ റോക്കി മൗണ്ടൻസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ച് ആണ് അവിടെ വരുന്നത്. പിന്നെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് ഡെനാലി മൗണ്ട് മെക്കൻലി എന്ന് പറയുന്ന റീജിയൻ ആണെന്ന് പറഞ്ഞു. ഇത് കനേഡിയൻ ഷീൽഡ് വരുന്ന റീജിയൻ നമ്മൾ പറയുന്നു. ഇവിടെ ലൊറൻഷ്യൻ പ്ലേറ്റോ വരുന്ന റീജിയൻ ആണ്. ബാഫിൻ ഐലൻഡ് എന്ന് പറയുന്നു. അതിനിടയിൽ വരുന്ന ഇവിടെ ബാഫിൻ ബേ നമ്മൾ പറഞ്ഞിരുന്നു. ലാബ്രഡോർ സീ, ഇതിന് രണ്ടിനും ഇടയിൽ കണക്ട് ചെയ്യുന്നതായിരുന്നു ഡേവിസ് സ്ട്രേറ്റ്. ദെൻ ബഫോർഡ് സീ നമ്മൾ പറഞ്ഞു. ബെറിംഗ് സീയും ആർട്ടിക് ഓഷ്യൻ തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരുന്നു ബെറിംഗ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഗൾഫ് ഓഫ് അലാസ്ക ഉണ്ടായിരുന്നു. ഇവിടെ ഗൾഫ് ഓഫ് കാലിഫോർണിയ, അവിടെ സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് വരുന്ന ട്രാൻസ്ഫോം ബൗണ്ടറി ആയിരുന്നു പറഞ്ഞു. ഇത് ഗൾഫ് ഓഫ് മെക്സിക്കോ, ഇവിടെ ബേ ഓഫ് ഫുന്റി പറഞ്ഞു. നോവാസ്കോട്ടിയ റീജിയൻ ഇതായിരുന്നു. ഇത് ന്യൂ ഫൗണ്ട്ലാൻഡ് ഐലൻഡ് ആണ് ഇവിടെ എന്ന് പറഞ്ഞു. തുടക്കം ഇവിടെ ന്യൂ ഫൗണ്ട്ലാൻഡ് ഐലൻഡ് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞ ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് പറയുന്ന ആ റീജിയൻ ആണ് നമ്മൾ പറഞ്ഞ പ്രയറി ഗ്രാസ് ലാൻഡ് അഥവാ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആയ പ്രയറീസ് കാണപ്പെടുന്ന റീജിയൻ. അപ്ലാച്ചിയൻ മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഉയരം കൂടിയ മൗണ്ടൻ ആണ്. ഇപ്പോൾ റെലിക് മൗണ്ടൻ ആയിട്ട് അറിയപ്പെടുന്നത്. ലേക്ക് സുപ്പീരിയർ, ലേക്ക് മിഷിഗൻ, ലേക്ക് ഹുറോൺ, ലേക്ക് എറി, ലേക്ക് ഒന്റാരിയോയ്ക്കും എറിക്കും ഇടയിലാണ് നയാഗ്ര വാട്ടർഫോൾസ് നയാഗ്ര റിവറിലായിട്ട് വരുന്നു എന്ന് പറയുന്നു. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ ഫ്ലോറിഡ പെനിൻസുല, ഇവിടെ യുക്കാറ്റൻ പെനിൻസുല എന്ന് പറയുന്ന റീജിയൻ, ഇവിടെയാണ് മിസ്സിസിപ്പി വന്ന് ജോയിൻ ചെയ്യുന്നതും അവിടെ ബേർഡ് ഫുഡ് ഡെൽറ്റ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഗൾഫ് ഓഫ് സെന്റ് ലോറൻസ്, ഇത് ഹഡ്സൺ ബേ, സെന്റ് ലോറൻസിലേക്കാണ് സെന്റ് ലോറൻസ് റിവർ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇത്രയുമായിരുന്നു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ഏരിയയുമായിട്ട് മാപ്പിന്റെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സജഷനോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ ജോഗ്രഫിയുടെ ബാക്കിയുള്ള ഏത് സബ്ജക്ട്സിന്റെ ആണെങ്കിലും ആ ടോപ്പിക്കുകൾ കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്തേക്കുക. നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.